എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെറും 10 ദിവസത്തെ ദൗത്യത്തിന് ബഹിരാകാശത്തേക്ക് പോയതായിരുന്നു ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും സഹയാത്രികനായ ബാരി യൂജിൻ ബുച്ച് വിൽമോറും. തിരികെ ഭൂമിയിലെത്താനാവാതെ കുടുങ്ങിക്കിടക്കുകയാണ് അവരിപ്പോൾ. സുനിത വില്യംസിന്റെ 3ാമത്തെ ബഹിരാകാശ യാത്രയാണിത്. 7 ബഹിരാകാശ നടത്തത്തിലൂടെ 50 മണിക്കൂർ 40 മിനിറ്റ് ചിലവിട്ട ആദ്യ വനിതാ ബഹിരാകാശ യാത്രികയാണ് സുനിത വില്യംസ്. ബഹിരാകാശ ചരിത്രത്തിൽ നിരവധി റെക്കോർഡുകളും അവർ നേടിയിട്ടുണ്ട്. അമേരിക്കൻ നേവിയിലെ മുൻ ക്യാപ്റ്റനാണ് ബുച്ച് വിൽമോർ. ഇതിനു മുൻപ് 178 ദിവസം അദ്ദേഹം ബഹിരാകാശത്ത് ചിലവഴിച്ചിട്ടുണ്ട്. 2024 ജൂൺ 6-ന് നാസയുടെ ബോയിങ് സ്റ്റാർലൈനർ എന്ന ബഹിരാകാശ പേടകത്തിലാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്തേക്ക് പറന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്റ്റാർലൈനർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചായിരുന്നു പരീക്ഷണം. 2024 ജൂൺ 14-ന് തിരിച്ചെത്തുമെന്ന് കണക്കുകൂട്ടലായിരുന്നു യാത്ര. എന്നാൽ പേടകത്തിന്റെ ചില തകരാറുകൾ കാരണം മടക്കയാത്ര പലതവണ നീട്ടിവെക്കേണ്ടി വന്നു. മനുഷ്യരെ വഹിച്ചുള്ള ബോയിങ് സ്റ്റാർലൈനറിന്റെ ആദ്യ പരീക്ഷണ ദൗത്യമായിരുന്നു ഇത്. സാങ്കേതിക പിഴവുകളാൽ 2 തവണ ദൗത്യം മാറ്റിവെക്കേണ്ടി വന്നു. പേടകം വിക്ഷേപിക്കാനിരിക്കെ അവസാന ഘട്ടത്തിൽ ഹീലിയം എന്ന വാതകത്തിന്റെ ചോർച്ച കാരണം ദൗത്യം ദുഷ്കരമായി. എന്നിട്ടും വിക്ഷേപണവുമായി അവർ മുന്നോട്ട് തന്നെ പോയി. ഹീലിയം ചോർച്ച ഗുരുതരമുള്ളതല്ലെന്നും ഇത് ദൗത്യത്തെ ബാധിക്കില്ല എന്നുള്ളതുമായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ ആ കണക്കുകൂട്ടലുകൾ തെറ്റി. ദൗത്യത്തിനിടെ 4 തവണയാണ് ഹീലിയം ചോർച്ചയുണ്ടായത്. പേടകത്തിന്റെ സഞ്ചാരം സുഗമമാക്കാനും ദിശ മാറ്റാൻ ഉപയോഗിക്കുന്ന ത്രസ്റ്ററുകൾക്കും തകരാറുണ്ടായി. ഈ തകരാറുകൾ പരിഹരിക്കാനാവാത്തതുകൊണ്ടാണ് തിരിച്ചുവരവ് പ്രതിസന്ധിയിലായത്. ഇവരെ തിരികെ കൊണ്ടുവരാനുള്ള ദൗത്യം ഫെബ്രുവരി 2025 വരെ നീണ്ടേക്കാമെന്നും നാസ അറിയിച്ചിട്ടുണ്ട്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനറിലെ മടക്കയാത്ര സുരക്ഷിതമല്ലെങ്കിൽ നാസയ്ക്ക് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ക്യാപ്സൂളിനെ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ ഇതിനായി 2025 ഫെബ്രുവരി വരെ കാത്തിരിക്കേണ്ടി വരും. സഞ്ചാരികൾ അന്തരീക്ഷത്തിൽ കത്തിയമരാനുള്ള സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യസ്ഥിതിയും ഇപ്പോൾ ആശങ്കയിലാണ്. ഉയർന്ന അളവിലുള്ള റേഡിയേഷൻ നാഡീവ്യവസ്ഥകളെ ബാധിച്ചേക്കാമെന്നും രോഗപ്രതിരോധ ശേഷി കുറയുന്നതിനാൽ അണുബാധയ്ക്ക് സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. എന്തായാലും സുനിത വില്യംസിനെയും യൂജിൻ ബുച്ച് വിൽമോറിനെയും സുരക്ഷിതമായി ഭൂമിയിൽ എത്തിക്കുക എന്നത് നാസയുടെ മുന്നിലുള്ള വെല്ലുവിളിയാണ്. അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവരുടെ 2 പേരുടെയും സുരക്ഷിതമായ തിരിച്ചുവരവിനായി നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം.